അപ്പം കേസ് ഞാൻ അമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടെ കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നോക്കി അടിപൊളിയാണ്, നല്ല രസം കാണാൻ. പിന്നെ ഈ വൈകുന്നേരം ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ വന്നപ്പോൾ പിള്ളേർ ബോൾ കളിക്കുന്നുണ്ട്. പിള്ളേരുടെ നിന്ന് ബോളും വാങ്ങിയിട്ട് രണ്ട് തട്ട് കെട്ടാന്ന് വിചാരിച്ചു. പിള്ളേർ കളിക്കട്ടെ, നമുക്ക് കളിച്ച് കുറേ അതിനെ കൊണ്ട് കളിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ആകാശം ശ്രദ്ധിച്ചായിരുന്നോ? ഫുൾ അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാം മേഘങ്ങൾ ഇങ്ങനെ തട്ടായി കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊബൈലിന് ഡിസ്പ്ലേ മാറ്റാണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് നേരെ മാറ്റാൻ വേണ്ടി നമ്മൾ കൽപ്പറ്റ നമ്മുടെ മച്ചാൻ്റെ അടുത്തേക്ക് കിട്ടും. നമ്മൾ നമ്മുടെ ഫോൺ സെറ്റ് ആക്കിയിട്ടുണ്ടതാ. മച്ചാനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ലോ ബഡ്ജറ്റിൽ ഡിസ്പ്ലേ എല്ലാം സെറ്റ് ചെയ്ത് തരും. ആരും കോണ്ടാക്ട് ചെയ്യണ്ട. അയ്യോ. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ നന്നായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ചായ പിടിക്കാറുണ്ട്. നമ്മൾ നേരെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള കടയില്ല, അതൊക്കെ അറിയായിരിക്കും. പിന്നെ അവിടെ നല്ല ആംബിയൻസ് ഒക്കെയാണ്, അടിപൊളി വൈബാണ്, കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ അവിടെ രണ്ട് ചായ പറഞ്ഞു, ചായ കൊള്ളായിരുന്നു, ചായ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് സാൻഡ്വിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ സാൻഡ്വിച്ച് നമുക്ക് എനിക്ക് ഇഷ്ടമായിക്കില്ല, രണ്ടും ഇഷ്ടമായിക്കില്ല എന്ന് പറഞ്ഞാൽ സംഭവം അത്ര കൊള്ളത്തില്ല, അത്ര അടിപൊളിയല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് നമുക്ക് മൊത്തത്തിൽ ആകാശം ഒരു വിഷ്വൽ ട്രീറ്റാണ് കഴിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ ആ മേഘത്തിൻ്റെ ഇടയിൽ കാണാൻ സംഭവം നല്ല അടിപൊളി ലുക്കാണ്. പക്ഷേ ക്യാമറ എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം ഓക്കെ ബൈ.